കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ: ഹോശേയ 11 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഹോശേയ 11 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കുന്തോറും അവർ വിട്ടകന്നുപോയി. ബാൽബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു. ഞാൻ അവരെ എന്റെ ഭുജങ്ങളിലെടുത്തു, എങ്കിലും ഞാൻ അവരെ സൌഖ്യമാക്കി എന്നും അവർ അറിഞ്ഞില്ല. മനുഷ്യപാശങ്ങൾ കൊണ്ടും സ്നേഹബന്ധനങ്ങൾ കൊണ്ടും തന്നെ ഞാൻ അവരെ വലിച്ചു. അവരുടെ താടിയലിന്മേലുള്ള നുകം നീക്കിക്കളയുന്നവനെപ്പോലെ ഞാൻ അവർക്കായിരുന്നു. ഞാൻ അവർക്ക് തീൻ ഇട്ടുകൊടുത്തു. അവൻ മിസ്രയീം ദേശത്തേക്ക് മടങ്ങിപ്പോകയില്ല. എന്നാൽ മടങ്ങിവരുവാൻ അവർക്ക് മനസ്സിലായിക്കൊണ്ടു അശൂര്യൻ അവന്റെ രാജാവാകും. അവരുടെ ആലോചന നിമിത്തം വാൾ അവന്റെ പട്ടണങ്ങളിന്മേൽ വീണു അവന്റെ ഓടാമ്പലുകളെ നശിപ്പിച്ചു ഒടുക്കിക്കളയും. എന്റെ ജനം എന്നെ വിട്ടു പിന്തിരിവാൻ ഒരുങ്ങിയിരിക്കുന്നു. അവരെ മേലോട്ട് വിളിച്ചാലും ആരും നിവർന്നു നിൽക്കുന്നില്ല. എഫ്രയീമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഇസ്രയേലെ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? ഞാൻ നിന്നെ എങ്ങനെ അദ്മയെപ്പോലെയാക്കും? ഞാൻ നിന്നെ എങ്ങനെ സോബേമിനെ പോലെ ആക്കി തീർക്കും? എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു. എന്റെ അയ്യോഭാവമൊക്കെയും ജ്വലിക്കുന്നു. എന്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല. ഞാൻ എഫ്രൈമിനെ വീണ്ടും നശിപ്പിക്കുകയുമില്ല. ഞാൻ മനുഷ്യനല്ല, ദൈവമത്രേ. നിന്റെ നടുവിൽ പരിശുദ്ധൻ തന്നെ. ഞാൻ ക്രോധത്തോടെ വരികയുമില്ല. സിംഹം പോലെ ഗർജിക്കുന്ന യഹോവയുടെ പിന്നാലെ അവർ നടക്കും. അവൻ ഗർജിക്കുമ്പോൾ പടിഞ്ഞാറ് നിന്ന് മക്കൾ വിറച്ചും കൊണ്ടുവരും. അവർ മിസ്രയീമിൽ നിന്നൊരു പക്ഷിയെപ്പോലെ, അശൂർ ദേശത്തുനിന്ന് ഒരു പ്രാവിനെപ്പോലെയും വിറച്ചും കൊണ്ടുവരും. ഞാൻ അവരെ അവരുടെ വീടുകളിൽ പാർപ്പിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എഫ്രയീം കപടം കൊണ്ടും ഇസ്രായേൽ ഗൃഹം വഞ്ചന കൊണ്ടും എന്നെ ചുറ്റിക്കൊള്ളുന്നു. യഹൂദയും ദൈവത്തോട് വിശ്വസ്തനായ പരിശുദ്ധനോടും ഇന്നും അസ്ഥിരത കാണിക്കുന്നു. ഹോശേയ 12 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഹോശേയ 12 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എഫ്രയീം കാറ്റിലിഷ്ടപ്പെട്ടു കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു. അവൻ ഇടവിടാതെ ഭോഷ്കും ശൂന്യവും വർദ്ധിപ്പിക്കുന്നു. അവർ അശൂര്യരോട് ഉടമ്പടി ചെയ്യുന്നു, മിസ്രയീമിലേക്ക് എണ്ണ കൊടുത്തയക്കുന്നു. യഹോവയ്ക്കും യഹൂദയോടും ഒരു വ്യവഹാരമുണ്ട്. അവൻ യാക്കോബിനെ അവന്റെ നടപ്പിന് തക്കവണ്ണം സന്ദർശിക്കും. അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കും. അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു. തന്റെ പുരുഷപ്രായത്താൽ ദൈവത്തോട് പൊരുതി. അവൻ ദൂതനോട് പൊരുതി ജയിച്ചു. അവൻ കരഞ്ഞു, അവനോട് അപേക്ഷിച്ചു. അവൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി. അവിടെ വെച്ചു അവൻ നമ്മോട് സംസാരിച്ചു. യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു. യഹോവ എന്നാകുന്നു അവന്റെ നാമം. അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. ദയയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക. അവനൊരു കനാന്യനാകുന്നു. കള്ളത്തുലാസ് അവന്റെ കൈയിലുണ്ട്. പീഡിപ്പിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എഫ്രയീം, ഞാൻ സമ്പന്നനായി തീർന്നു. എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു. എന്റെ സകല പ്രയത്നങ്ങളിലും പാപമായ യാതൊരു അകൃത്യവും എന്നിൽ കണ്ടെത്തുകയില്ല എന്നിങ്ങനെ പറയുന്നു. ഞാനോ മിസ്രയീം ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിന്നെ ഉത്സവ ദിവസങ്ങളിലെന്ന പോലെ ഇനിയും കൂടാരങ്ങളിൽ വസിക്കുമാറാക്കും. ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു, ദർശനങ്ങളെ വർദ്ധിപ്പിച്ചു. പ്രവാചകന്മാർ മുഖാന്തരം സദൃശവാക്യങ്ങളെയും പ്രയോഗിച്ചിരിക്കുന്നു. ഗിലെയാദ്യർ നീതികെട്ടവർ എങ്കിൽ അവർ വ്യർത്ഥരായിത്തീരും. അവർ ഗിൽഗാലിൽ കാളകളെ ബലി കഴിക്കുന്നുവെങ്കിൽ അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഉഴച്ചാലുകളിലുള്ള കൽക്കൂമ്പാരങ്ങൾ പോലെയാകും. യാക്കോബ് അരാം ദേശത്തിലേക്ക് ഓടിപ്പോയി. ഇസ്രയേൽ ഒരു ഭാര്യയ്ക്കു വേണ്ടി സേവ ചെയ്തു, ഒരു ഭാര്യയ്ക്കു വേണ്ടി ആടുകളെ പാലിച്ചു. യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രയേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകനാൽ അവൻ പാലിക്കപ്പെട്ടു. എഫ്രയീം അവനെ ഏറ്റവും കൈപ്പോടെ കോപിപ്പിച്ചു. ആകയാൽ അവന്റെ കർത്താവ് അവന്റെ രക്തത്തെ അവന്റെ മേൽ വെച്ചേക്കുകയും അവന്റെ നിന്ദയ്ക്ക് തക്കവണ്ണം അവനു പകരം കൊടുക്കുകയും ചെയ്യും. യൂദാ എഴുതിയ ലേഖനം 1 മുതലുള്ള വാക്യങ്ങൾ. യൂദാ എഴുതിയ ലേഖനം 1 മുതലുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്: നിങ്ങൾക്ക് കരുണയും സമാധാനവും
സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരിമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ടു അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സൊദോമും ഗൊമോരയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചു അന്യജഡം മോഹിച്ചു നടന്നതിനാൽ നിത്യാജ്ഞയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശെയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. അവർക്ക് വയ്യോ കഷ്ടം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ചു ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹസന്ധ്യകളിൽ മറഞ്ഞുകിടക്കുന്ന പാറകൾ, നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞു ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ, തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽത്തിരകൾ, സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിസ്തൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പ് പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ജഡത്താൽ കറപിടിച്ച അഗ്നി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. സദൃശവാക്യങ്ങൾ 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മകനെ, എന്റെ വചനങ്ങളെ പ്രമാണിച്ചു എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളുക. നിന്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറക, വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്ക. അവ നിന്നെ പരസ്ത്രീയുടെ കൈയിൽ നിന്നും ചക്കരവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും കാക്കും. ഞാൻ എന്റെ വീട്ടിന്റെ കിളിവാതിൽക്കൽ അഴിക്കിടയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു.
യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീട്ടിന്റെ കോണിനരികെ വീതിയിൽ കൂടി കടന്നു. അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു. പെട്ടെന്ന് ഇതാ, വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടുമുള്ള ഒരു സ്ത്രീ അവന് എതിരേറ്റു വരുന്നു. അവൾ മോഹപരവേശയും തനിഷ്ടക്കാരിയുമാകുന്നു. അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കേയില്ല. ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം. ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു. അവൾ അവനെ പിടിച്ച് ചുംബിച്ചു ലജ്ജ കൂടാതെ അവനോട് പറയുന്നത്, എനിക്ക് സമാധാന യാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ എന്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു. നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ എന്റെ കട്ടിലിന്മേൽ പരവതാനികളും മിസ്രൈമ്യ നൂലുകൊണ്ടുള്ള വരിയിൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു. മൂറും അഖിലും ലവംഗവും കൊണ്ട് ഞാൻ എന്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. വരിക, വെളുക്കും വരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം. കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം. പുരുഷൻ വീട്ടിലില്ല, ദൂരയാത്ര പോയിരിക്കുന്നു. പണമടിശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പൗർണമാസിക്ക് വീട്ടിൽ വന്നെത്തുകയുള്ളൂ. ഇങ്ങനെ ഏറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ചു. അധരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. അർക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് ഭോഷനും പോകുന്നതുപോലെ പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കണിയിലേക്ക് ബന്ധപ്പെടുന്നതുപോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ആകയാൽ മക്കളെ, എന്റെ വാക്ക് കേൾപ്പീൻ, എന്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ. നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്, അവളുടെ പാതകളിലേക്ക് നീ തെറ്റിച്ചെല്ലുകയും അരുത്. അവൾ വീഴ്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. സാഗരമാമേശുവേ, നിൻ കൃപകളെ ഓർത്തിടുമ്പോൾ. കരുണയിൻ സാഗരമാമേശുവേ, കൃപകളെ ഓർത്തിടുമ്പോൾ. എന്നുള്ളത്തിൽ നിൻ സ്നേഹത്തിൻ അലകൾ പൊങ്ങിയുയർന്നിടുന്നേ. എന്നുള്ളത്തിൽ നിൻ സ്നേഹത്തിൻ അലകൾ പൊങ്ങിയുയർന്നിടുന്നേ. ഞാൻ പാടുമേ, ഗീതം പാടിടുമേ, പാടിടുമേ. എന്റെ പ്രാണനാഥ, നിന്നെ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. പ്രാണനാഥ, നിന്നെ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. സർവവല്ലഭനേ, നന്നല്ലോ വഞ്ചിരകേ. ഉന്നതനേ സർവവല്ലഭനേ, നന്നല്ലോ വഞ്ചിരകേ. ഭാരങ്ങളൊക്കെ നീങ്ങി നിന്മാർവിടുവാൻ ദിനവും. ഭാരങ്ങൾ നീങ്ങി നിന്മാർവിടുവാൻ ദിനവും. ഞാൻ ഗീതം പാടിടുമേ, നന്ദിയ പാടിടുമേ. എന്റെ പ്രാണനാഥ, നിന്നെ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എന്റെ പ്രാണനാഥ, നിന്നെ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എന്നെ വിളിച്ചുയേ, നിൻ പ്രിയ സുതനാക്കിടുവാൻ. ശ്രേഷ്ഠ വിളിയാൽ എന്നെ വിളിച്ചുയേ, പ്രിയ സുതനാക്കിടുവാൻ.
ആത്മാവിൽ നടന്നു നിന്നവകാശിയാവാൻ അഭിഷിക്തനാക്കിയല്ലോ. ആത്മാവിൽ നടന്നു നിന്നവകാശിയാവാൻ അഭിഷിക്തനാക്കിയല്ലോ. ഞാൻ പാടിടുമേ, നന്ദിയാൽ പാടിടുമേ. എന്റെ പ്രാണനാഥ എന്നും പുകഴ്ത്തിയിടുമേ. എന്റെ പ്രാണനാഥ നിന്നെ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. കഷ്ടം സഹിപ്പാൻ ഈ മരുഭൂമി യാത്രയിൽ നൽകിയല്ലോ വരും. കഷ്ടം സഹിപ്പാൻ ഈ മരുഭൂമി യാത്രയിൽ തേജസ്സിന് നിത്യ കൂട്ടാളിയാവാൻ സന്തോഷ സഹിച്ചിടുന്നേ. തേജസ്സിന് നിത്യ കൂട്ടാളിയാവാൻ സന്തോഷ സഹിച്ചിടുന്നേ. ഞാൻ പാടുമേ, ഗീതം പാടിടുമേ, നന്ദിയ പാടിടുമേ. എന്റെ പ്രാണനാഥ നിന്നെ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. എന്റെ പ്രാണനാഥ നിന്നെ എന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. നിൻ കരത്തിൽ എന്നെ താങ്ങണം അന്ത്യം വരെ. വരുന്നു ഞാൻ കാതനെ നിൻ കരത്തിൽ എന്നെ താങ്ങണം അന്ത്യം വരെ. സീയോനിൻ രാജനെ നിൻ മുഖം കാണാൻ എൻ കണ്കൾ കൊതിച്ചിടുന്നേ. സീയോനിൻ രാജനെ നിൻ മുഖം കാണാൻ എൻ കണ്കൾ കൊതിച്ചിടുന്നേ. ഞാൻ